എനിക്ക് ഒരു എക്സ്ക്യൂസും കേക്കണ്ട. ഫുഡ് ഇവിടെ എത്തിയിരിക്കണം എത്രയും പെട്ടെന്ന്. മുൻകൂറായി പേ ചെയ്യാമെന്ന് പറഞ്ഞതാ ഞാൻ. വേണമെങ്കിൽ ഡബിൾ ചാർജ് ഇട്ടോ, ബട്ട് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. ആ തട്ടൊക്കെ എടുത്ത് വെച്ചേ. ഇതോടെ വെക്ക. ഇതൊന്നും കൊണ്ടേ കൊടുക്കണമല്ലോ. ഇത് ശാലിനി മോളുടെ കയ്യിൽ കൊടുത്തുവിടാന്നല്ല പറഞ്ഞിരുന്നേ. ശരിയാ, പക്ഷെ ഞാൻ ആലോചിച്ചപ്പോ ശാന്ത പറഞ്ഞ പോലെ ഒരു അപകടമുണ്ട്. അവര് തമ്മിൽ ശരിയാവൂല. എന്നാ ഞാൻ കൊണ്ടുപോവാ. അഡ്രസ് എവിടെയാ? എന്താ അമ്മേ, ഊണ് റെഡിയായില്ലേ? ബോർഡൊന്നും വെച്ച് കണ്ടില്ലല്ലോ. മേശയൊക്കെ തുടച്ചിടണ്ടേ? ശാന്തിച്ചൊന്ന് വേഗം ആവട്ടെ, ആൾക്കാരൊക്കെ ഇപ്പൊ എത്തി തുടങ്ങും. അത് മോളെ, ശാന്തയെ ഞാൻ വേറൊരു ജോലിക്ക് പറഞ്ഞു വിടാൻ പോവാ. ഒരു പാഴ്സൽ കൊടുത്തയക്കാനുണ്ട്. നേരത്തെ ഓർഡർ കിട്ടിയതാ. കല്യാണോ ബർത്ത്ഡേയോ? ഒന്നുമല്ല മോളെ, ഒരു വീട്ടിലേക്കുള്ളതാ. ഒരു 10 ആൾക്കുള്ള ഉച്ചയൂണ്. 10 ആൾക്കോ? എന്തിനാ അമ്മ ഇത്രയും ചെറിയ ഓർഡർ ഒക്കെ എടുക്കുന്നേ? ഇതിന്ന് നമുക്ക് എന്ത് ലാഭം കിട്ടാനാ? നമ്മുടെ അധ്വാനവും സമയവും വേസ്റ്റ്. അങ്ങനെയല്ല മോളെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർഡറുകളിൽ നിന്നാ നമ്മുടെ കുടുംബശ്രീ ഇത്രയും വളർന്നത്. ആദ്യമൊക്കെ അയൽക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കസ്റ്റമറുകളായിട്ട്. പിന്നെ കേട്ടറിവ് വെച്ച് നാട്ടുകാരൊന്നാകെ ഒഴുകിയെത്തി. ഇപ്പോഴും ഇവിടുന്ന് തന്നെ ഭക്ഷണം വേണോന്ന് ആരെങ്കിലും വാശി പിടിച്ച എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമ്മളത് ഉണ്ടാക്കി കൊടുക്കില്ലേ? അതാ മറ്റു ഹോട്ടലുകളും കുടുംബശ്രീയും തമ്മിലുള്ള വ്യത്യാസം. സമ്മതിച്ചു. ഇതും ഒരു ബിസിനസ് ട്രിക്ക് ആണല്ലേ? ഈ 10 പേരിൽ ആർക്കെങ്കിലും ഫുഡ് ഇഷ്ടപ്പെട്ട അവരും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആവില്ലേ? ശാരദാമ്മ, ഞാൻ സമ്മതിച്ചു. പൊടിയിടും. എവിടെയാ കൊടുക്കേണ്ടത്? ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അല്ല, അത് ശാന്ത കൊണ്ടുപോയി കൊടുത്തോളും മോളെ. ശാന്തിച്ചിക്ക് ഇവിടെ ഒരുപാട് ജോലി ഉള്ളതല്ലേ, ഉച്ചയുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ഇവിടെ അടുത്ത അമ്മ ഈ അഡ്രസ് ഞാൻ കൊണ്ടുകൊടുത്തിട്ട് ടബേ നിങ്ങ വന്നോളാം. അല്ല മോളെ, ശാന്തിച്ചി ആ പാഴ്സൽ അങ്ങോട്ട് എടുത്തു വെക്ക്. ശരി. അത് പിന്നെ മോളെ, ശാന്തിച്ചി വിടണ്ടെന്ന് പറഞ്ഞതിന് വേറൊരു കാരണം കൂടി ഉണ്ടമ്മേ. പാഴ്സല് കൊണ്ടുപോകുന്നത് ശാന്തേച്ചിയാണെങ്കിൽ പാത്രങ്ങള് പാതി അവിടെ മറന്നു വെക്കും. അത് വേറൊരു വീട്ടിൽ കൂടിയാ മിസ്സാവുന്നെങ്കിൽ അത് അറബിക്കടലിൽ പോയതുപോലെ. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ഈശ്വര, എന്താവോ എന്തോ. എന്താ? ആ കൊച്ചു ഇപ്പോഴും വിളിച്ചിരുന്നു, ഭക്ഷണം താമസിച്ചു പോയെന്നും പറഞ്ഞു. ഇനി കൊണ്ടുകൊടുക്കാൻ ചെല്ലുമ്പോ ശാലിനിയോടും കാണും ചാടി കടിക്കാൻ ചെന്ന. എന്നാ അതിന്റെ വിധി. കയ്യിലിരിപ്പ് വെച്ച് 2 എണ്ണം കിട്ടണോ പെണ്ണിന്? നല്ല കൂട്ട്. അയ്യോ അമ്മേ, അമ്മേ, അവര് വന്നു, ചതിച്ചു. ആ ചായക്കടക്കാരി എല്ലാം കുളമാക്കി. ഇവരുടെ മുന്നിലേക്കാവും ഇനി ഭക്ഷണം കൊണ്ട് വന്ന് ഇറങ്ങുന്നത്. നീ ഒന്ന് സമാധാനിക്ക, അത് നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. നീ വാ വാ. വരണം. ഇതെന്താ
ആരുടെ മുഖത്തൊരു തെളിച്ചില്ലാത്ത പോലെ. അല്ല, നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോ? അതെന്താ, കുറച്ചു മുമ്പ് സരള തന്നെയല്ലേ ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ എന്ന് ചോദിച്ചത്? അല്ല, ഫുഡ് റെഡിയായില്ലേ? നോ പ്രോബ്ലം. സുസ്മിതയോടൊപ്പം പ്രീതി കൂടി കയറിക്കോളും കിച്ചണിലേക്ക്. ഇവൾക്ക് അതൊക്കെ ഒരു സന്തോഷാ. അല്ലല്ലല്ല, എല്ലാം റെഡിയാ. പോരെങ്കിൽ ഇത് മുഴുവൻ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തതാ. വിഷ്ണുവായിട്ട് മുന്നിൽ ഞാൻ വെച്ചിരിക്കുന്ന ചാലഞ്ചല്ലേ ഇന്നത്തെ ലഞ്ച്. വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ മോനെ, വാ. വരൂ. ഇരിക്കെ ഇരിക്കെ. ഇവരെ ഇങ്ങനെ ഇവിടെ തന്നെ ഇരുത്തിയാൽ എങ്ങനെയാ? ഭക്ഷണമായിട്ട് ഹോട്ടലിൽ നിന്ന് ഇപ്പൊ ആള് വരും. എന്താ അമ്മയും മോളും തമ്മിലൊരു സ്വകാര്യം? അല്ല, ഇവളുണ്ടാക്കിയ ഭക്ഷണം വിഷ്ണുവിന് ഇഷ്ടാവൂന്ന് ഒരു ടെൻഷൻ. അല്ല, കാക്ക മലർന്നു പറക്കൂന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചൊന്നും ഞാനല്ല. ഇന്നത്തെ ദിവസം പട്ടിണി അടക്കേണ്ടി വരുമോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇവള് നല്ല അസലായിട്ട് പാചകം ചെയ്യും. എത്ര നന്നായി പഠിച്ചാലും പരീക്ഷയ്ക്ക് പേപ്പർ കിട്ടുന്നതിന് തൊട്ടു മുമ്പ് വരെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ. എന്നാൽ ആ ടെൻഷൻ അങ്ങ് മാറ്റാൻ ഇപ്പോഴേ മാർക്കിട്ട് കളയാം. അത് വേണ്ട. അത് പിന്നെ ഇവള് ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞതേ ഉള്ളൂ. അതൊക്കെ പാത്രത്തിലേക്ക് മാറ്റാനുള്ള സമയം വേണ്ടേ? മോളെ പ്രീതി, നീ കൂടി പോയെന്ന് സഹായിക്ക്. വേണ്ട വേണ്ട വേണ്ട. അതെന്താ? അതൊക്കെ ഇവള് തന്നെ ചെയ്തോളൂ. ഇത് തന്നെയാട്ടാ, അങ്ങോട്ടേക്ക് തിരിക്കും. ഞാൻ സഹായിക്കണം മോളെ. വേണ്ട ഏട്ടാ, വണ്ടി ഒതുക്കിട്ടാ മതി. നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. അല്ല സരള, ഞങ്ങള് കാണാത്തതല്ലല്ലോ ഈ വീട്. അതല്ല, അപ്സ്റ്റേറിലെ ഈ ഇടയായി കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്, കണ്ടംപററി സ്റ്റൈല്. ഓ, വാ മോളെ, വാ മോനെ, വാ വാ. വാ മോനെ. വേറെ ഗസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ? ഏയ്, ഇല്ലില്ല. ഇതാ പ്ലംബർ ആയിരിക്കും. സുസ്മിത നോക്കിക്കൊള്ളു. അതെ, പ്ലംബർ മണിയാണോ? ആ, അതെ അതെ അതെ, മണി മണി. അവനാണെങ്കിലേ കുറെ കാലമായിട്ട് എന്റെ കയ്യിൽ നിന്ന് മുങ്ങി കിടക്കാമ്മ. 10ഉം 15ഉം വെച്ച് വാങ്ങിട്ടേ പലിശ കയറി കയറി കുറച്ചായെന്നേ. കള്ളു കുടിക്കാൻ വേണ്ടി പൈസ ഉണ്ടമ്മ. ഞാനേ ഒന്ന് ചോദിച്ചിട്ട് വരാം, അല്ലെങ്കിലേ ശരിയാണ്. വിട്ടേക്കടാ, നമ്മൾ ഇവിടെ വന്നത് പലിശ പണം പിരിക്കാനല്ല, നിന്റെ ഭാവി ഭാര്യയുടെ കൈപുണ്യം നോക്കി മാർക്കിടാനാ. നീ വാ. നീ ഹോട്ടലിൽ നിന്നാണോ? അതെ. എല്ലാം ഉണ്ടല്ലോ. പാത്രങ്ങളും പണവും എല്ലാം ഞാൻ അങ്ങോട്ട് എത്തിച്ചേക്കാം. നീ പെട്ടെന്ന് പൊക്കോ. അയ്യോ, അത് ശരിയാവില്ല. പണമല്ല പ്രശ്നം. ഈ പാത്രങ്ങളൊക്കെ മിസ്സായ അത് വലിയ ബുദ്ധിമുട്ടാവും. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ഈ ഫുഡ് ഇവിടുത്തെ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് തിരിച്ചു തന്നാ മതി. 1 minute, stay there. അത് ആ വിൻഡോ അതെല്ലാം ഇപ്പൊ ശരിയാക്കിയതാ. കൊള്ളാം കൊള്ളാം. വാ 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 വാ.
ഇതാ സുസ്മിതയുടെ ബെഡ്റൂം. ഓ സുസ്മിതയുടെ എന്ന് പറഞ്ഞാ ഇനി ഒന്ന് പോടി. വാ. ഒരു മിനിറ്റ്. എന്താ? ആ ശാരദാമ്മയുടെ ഹോട്ടലിൽ നിന്ന് ഫുഡുമായി ആള് വന്നിട്ടുണ്ട്. അത് വാങ്ങി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ആളെ പറഞ്ഞു വിടടി. ഒരു പെണ്ണാ വന്നിരിക്കുന്നെ. അവൾക്ക് അവളുടെ പാത്രങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ചു വേണമെന്ന്. നന്നായില്ലേ? അവളെ കൊണ്ട് തന്നെ അത് നമ്മുടെ പാത്രത്തിലേക്ക് പകർത്ത. അത് ഞാനും ആലോചിച്ചതാ. പക്ഷേ അതിനിടയിൽ അവരാരും താഴോട്ടിറങ്ങി വരരുത്. അത് നീ ഈ സരളയ്ക്ക് വിടുമോളെ. അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാന്ന് വെച്ചാൽ നടക്കുമെന്ന സംശയം. ഹോ, ജില്ലാ കളക്ടറുടെ കെട്ടും മട്ടും ആ ചായക്കടക്കാരിക്ക്. കണ്ടപ്പോഴേ എനിക്ക് ചെവിക്കുറ്റി നോക്കിയൊന്ന് കൊടുക്കാൻ തോന്നി. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം മോളെ. ഇപ്പം നമ്മുടെ ടാർജറ്റ് വിഷ്ണുവാ, ചായക്കടക്കാരിയല്ല. ശരിയമ്മേ. ആരാ വിളിച്ചത്? അത് സുസ്മിതയല്ലേ? വിഷ്ണുവാണ് ടാർജറ്റ് എന്ന് പറയുന്ന കേട്ടു. എനിക്കെല്ലാം മനസ്സിലായി സരളെ. എന്നാലും നീ ഈ ബന്ധത്തിന് ഇത്രയും വിലയേ ഇട്ടുള്ളൂ അല്ലേ? ഭാമേ, ഞാൻ ഇനി സുസ്മിത ഉണ്ടാക്കിയ ഫുഡ് വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവര് തമ്മിലുള്ള ബന്ധം ഞാൻ നടത്തി തരില്ലേ? അതിന് നിങ്ങൾ രണ്ടുപേരും ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഇത് സത്യഭാമയുടെ വാക്കാ. താങ്ക് യു സോ മച്ച് ഭാമേ. താങ്ക് യു സോ മച്ച്. ഇതെടുത്തോ, വാ. എനിക്കൊരു ഉപകാരം ചെയ്യോ? ഈ ഫുഡൊക്കെ ഇവിടുത്തെ പാത്രങ്ങളിലേക്കൊന്ന് പകർന്നു വെക്കോ? ശരി. ഭാഗ്യം, തമ്പുരാട്ടി സമ്മതിച്ചു. ആ പിന്നെ ഞാൻ പറയുന്നത് വരെ ഈ കിച്ചൺ വിട്ട് നീ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അതെന്താ? അതെന്താന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നതൊന്നും അനുസരിക്ക്. 10 ആൾക്കുള്ള ഭക്ഷണമല്ലേ ഓർഡർ ചെയ്തത്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നീ ഇപ്പൊ പറഞ്ഞ ജോലി ചെയ്യ. അതെ, എനിക്ക് ഒരു പേരുണ്ട്, ശാലിനി. അങ്ങനെ വിളിച്ചാ മതി. ശരി ശാലിനി. ഇനി തമ്പുരാട്ടിന്നൊക്കെ വിളിച്ച് താണു വണങ്ങി നിൽക്കേണ്ടി വരുമോ ആവോ? ചായക്കടക്കാരുടെ ഒരു അഹങ്കാരം. ഇതെന്താ സെൻട്രൽ ജയിലോ? പുറത്തിറങ്ങണ്ടെന്ന് പറയാൻ 10 ഊണിന് 10,000 റോള്. ഈ ഓർഡറൊക്കെ എടുക്കുന്ന അമ്മയെ പറഞ്ഞാ മതി. വഴുതനങ്ങ എത്ര രൂപയാ? വഴുതനങ്ങ 60 രൂപ. പാവയ്ക്ക? പാവയ്ക്ക 80 രൂപ. അപ്പുറത്തെ കടയിൽ 70 ഉള്ളൂ. അവിടുത്തെ പോലെ നമ്മുടെ ഇത് ചീഞ്ഞതല്ല, രാവിലത്തെ ലോഡാ, ഫ്രഷ്. ഒന്ന് തൊട്ട് നോക്ക്, നല്ല ചില്ലുന്നിരിക്കും. ചേച്ചി, അമ്മയാ. ഹലോ
അമ്മേ? എന്താ മോളെ ഇത്രയും താമസം? പോയിട്ട് മണിക്കൂർ രണ്ടായല്ലോ. പച്ചക്കറിക്കെല്ലാം തീ വിലയാ. ഓരോ കടയിലും ഓരോ വിലയാ. അടുക്കാൻ പറ്റുന്നില്ല. ചേച്ചി, ആ ഫോണിങ്ങി തന്നെ, അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. ഫോൺ ചർച്ച കൂടുതലാവും. അത്യാവശ്യത്തിന് സംസാരിച്ച് ഇപ്പൊ കട്ട് ചെയ്യണം. ഡീ, ശ്യാമമോക്ക് എന്തോ പറയാനുണ്ടല്ലോ. നീ അവക്ക് ഫോൺ കൊടുത്തേ. കൊടുക്കടി. അമ്മേ, എന്താ കുഞ്ഞോളെ? ഈ ചേച്ചിയുടെ കൂടെ നടന്ന് നടന്ന് കാല് മൊത്തം വേദനിക്കുന്നു. 1 രൂപ 2 രൂപ എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് മൊത്തം 2 തവണ കറങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴും റൗണ്ട് അടിച്ചോണ്ടിരിക്കുക. തിരിച്ചങ്ങോട്ട് ഒരു ഓട്ടോ പിടിച്ച് വന്നോട്ടെ എന്ന് ചോദിക്കാനാ ഞാൻ അമ്മയെ വിളിച്ചത്. ഓട്ടോയും ടാക്സിയൊന്നും വേണ്ട. അതിനും കൊടുക്കണ കാശ്. അടങ്ങിയിരിക്കും പെണ്ണേ. ശരി ശരി, നീ ഫോൺ അവക്ക് കൊടുത്തേ. പറയട്ടെ ഞാൻ. ശരി അമ്മേ. അമ്മേ. മോളെ, തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് ഒരു ഓട്ടോ പിടിച്ചു വാ. കാശൊന്നും നോക്കാൻ നിക്കണ്ട. അമ്മ, അത് പറയുന്ന കേക്ക്. പിഞ്ചു കുഞ്ഞല്ലേ, അവളുടെ കാല് വേദനിക്കൂലേ? നിങ്ങൾ ഓട്ടോയിൽ വന്നാ മതി. വാ. ബാലചന്ദ്രൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? അവൻ എങ്ങനെ പലതും പറയും എന്ന് കരുതി അവളുടെ മുന്നിൽ പഞ്ചപുച്ചമടക്കി തല കുമ്പിടാനൊന്നും ഈ രാജേശ്വരി കിട്ടില്ല. ഇത് കുമ്പിടുന്ന പ്രശ്നമല്ല രാജേശ്വരി, നിന്റെ ഒരു സ്വപ്നമല്ലേ, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ പറഞ്ഞിട്ടുള്ളത് എന്താ? ശാരദയും മക്കളും ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോന്നതാ നിന്റെ ഏറ്റവും വലിയ സ്വപ്നമൊന്ന്. അവര് പോട്ടെ, പോയി തൊലയട്ടെ എവിടെയെങ്കിലും. അതിനു വേണ്ടിയിട്ട് മാത്രം ഇപ്പൊ നമ്മളൊരു അഭിനയം നടത്തുന്നു. ക്യാമറ ഇല്ലെന്നേ ഉള്ളൂ, സ്ക്രിപ്റ്റ് നേരത്തെ റെഡിയാ. മഞ്ജു വാര്യരോ ശോഭനയോ ഉർവശിയോ ഒക്കെ ആയിട്ട് നീ അങ്ങോട്ട് ആടി തകർക്ക്. അപ്പൊ അതിന്റെ ക്ലൈമാക്സില് അവള് പിള്ളേരെയും ചുരുട്ടി കെട്ടി കടയും വീടും ഒഴിഞ്ഞു പോയിരിക്കണം. അത് മാത്രം നിന്റെ കയ്യിലായിരിക്കുന്നേ. ശരി, സമ്മതിച്ചു. സന്തോഷായി. എന്നാവാ കയ്യിൽ വിടും. വിളിക്കവളെ, എനിക്കിവിടെ കിടന്ന് തൊണ്ട കീറാൻ വയ്യ. അത് ശരിയാവില്ല രാജേശ്വരി. ഈ സീൻ നിന്റേതാ, ഞാൻ വരും സപ്പോർട്ടിങ്. നീ വിളിച്ചാലേ ശരിയാവൂ. ശാരദേ, ശാരദേ. ഇതെന്താ രാജേശ്വരി, അംഗം വെട്ടാൻ ചേകോമാര് വെല്ലുവിളിക്കും പോലെ? പിന്നെ എങ്ങനെയാ വേണ്ടത്? ശാരദാമേ, ദാ ഇങ്ങനെ ശാരദാമേ. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. എന്റെ പൊന്ന് രാജി, നീ എന്നെ ഇങ്ങനെ സംശയിക്കരുതേ. ഈ ഐഡിയ നിന്റെ അനിയൻ ബാലചന്ദ്രന്റേതാ. ഇതിനൊത്ത് നിനക്കൊന്ന് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ അഭിനയിക്കും. ഇല്ലെങ്കിൽ ശാരദ മക്കളും ഇവിടെ തന്നെ താമസിക്കട്ടെ. ശരി, നായയുടെ കൂടെ വന്ന് കോലം കെട്ടി പോയില്ലേ, ഇനി കുരയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശാരദാമേ, ശാരദാമേ. നിങ്ങൾ? എന്റെ ദൈവമേ, വിശ്വസിക്കാൻ വയ്യ എനിക്ക്. എന്നാ വിശ്വസിക്കാം, ഇത് ഞങ്ങള് തന്നെയാ, രാജേശ്വരിയും ഗോപാലകൃഷ്ണനും. കുട്ടികളാരും ഇവിടെ ഇല്ല ഇപ്പോ. അതിനെന്താ, ഞങ്ങള് വന്നത് കുട്ടികളെ കാണാനല്ല, ശാരദാമ്മയെ കാണാനാ. അതല്ല, ശാലിനിയോ മറ്റോ നിങ്ങൾ ഇവിടെ കണ്ട പ്രശ്നമാവും.
നിങ്ങൾ പൊയ്ക്കോ, അതാ നല്ലത്. ഹ, അതെങ്ങനെ ശാരദ പോകുന്നത്? ഞങ്ങളൊരു കാര്യം സംസാരിക്കാനല്ലേ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നത്. അത് സംസാരിച്ചിട്ട് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. രാജശ്രീ വരും, വീടിനകമൊക്കെ കാണാം. വാ. ആ. ഈശ്വര, അവരൊന്നും ഇങ്ങോട്ട് കേറി വരല്ലേ ദൈവമേ.